പ്രവാചകൻ മുഹമ്മദ് നബി പടുത്തുയർത്തിയ മദീന നഗരത്തിലെ കാഴ്ചകൾ വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടതാണ്. പ്രവാചകന്റെ പള്ളിയും ഖബറിടവും സന്ദർശിക്കാൻ മദീനയിലെത്തുന്ന വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ നഗരത്തിന്റെ ചരിത്രം പറയുന്ന മ്യൂസിയം. തുർക്കി പള്ളിയോട് ചേർന്നാണ് മദീന മ്യൂസിയവും ഹിജാസ് റെയിൽവേ മ്യൂസിയവും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മദീന നഗരത്തിന്റെയും പ്രവാചക ജീവിതത്തെയും ഇവിടത്തെ സൂക്ഷിപ്പുകൾ വരച്ചു കാട്ടുന്നു. 2 നിലയിലുള്ള മനോഹരമായ കെട്ടിടത്തിൽ 20 ഭാഗങ്ങളിലായാണ് വിവിധ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രധാന ഹാൾ, മദീന കൾച്ചർ, ഇസ്ലാമിന് മുൻപുള്ള മദീന, മദീനയുടെ പ്രകൃതിയും പരിസ്ഥിതിയും എന്നിവയാണ് താഴത്തെ നിലയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രധാന ഹാളിലെത്തും. കല്ലിൽ കൊത്തിയ ഖുർആൻ സൂക്തങ്ങൾ, മറ്റെഴുത്തുകൾ എന്നിവയുടെ കാണാൻ സാധിക്കും. AD 8-ാം നൂറ്റാണ്ടിൽ കല്ലിൽ കൊത്തിയ എഴുത്തും ഇവിടെയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ ലാവ പൊട്ടി ഒഴുകിയുണ്ടായ കല്ല് എന്നിവയെല്ലാം ഈ പ്രധാന ഹാളിൽ കാണാം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിവിധ മൺപാത്രങ്ങളും ഇവിടെയുണ്ട്. സാധാരണ മദീനത്ത് കുടുംബമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഹറമിൽ പോവുക, പിന്നെ ഉഹദ് സന്ദർശിക്കുക, ബദർ സന്ദർശിക്കുക, അങ്ങനെയുള്ള സ്ഥിരം പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നുപരിയായിട്ട് മദീനത്ത് ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ മദീനത്ത് കാണാനുണ്ട്. അതിലൊന്നാണ് മദീന മ്യൂസിയം. പ്രവാചകന്റെ കാലത്തിന് മുൻപും പ്രവാചകന്റെ സമയത്തും അതിനുശേഷമുള്ള ഒരുപാട് ശേഷിപ്പുകൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും മ്യൂസിയം സന്ദർശിക്കാൻ അവസരമുണ്ട്. മദീനി ട്രഡീഷണൽ ഹെറിറ്റേജ് ഹാൾ, പ്രവാചക കാലത്തിന് മുൻപുള്ള മദീനയുടെ ചരിത്രം പറയുന്ന ഹാൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മദീന നഗരത്തിന്റെ നേർചിത്രങ്ങൾ ഇവിടെ കാണാം. പഴയകാല വസ്ത്രങ്ങൾ, വിളക്കുകൾ, ചായയും കഹ്വും ഉണ്ടാക്കി വിളമ്പുന്ന പാത്രങ്ങൾ, സെറാമിക് പ്ലേറ്റ്, കുപ്പിവിളക്ക്, സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിച്ചുവെച്ച പാത്രങ്ങൾ ഇവയെല്ലാം ഇവിടെയുണ്ട്. മദീന മാർക്കറ്റിന്റെ പഴയകാല ഫോട്ടോകൾ, ചിത്രപ്പണികൾ എന്നിവയും ഈ ഹാളിലുണ്ട്. സൗദിയിലെ പ്രധാന കാർഷിക മേഖല കൂടിയായ മദീനയുടെ പ്രകൃതിയും പരിസ്ഥിതിയും പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. 16 വിഭവങ്ങളാണ് മുകളിലത്തെ നിലയിലുള്ളത്. പൌരാണിക വസ്തുക്കളോടൊപ്പം ഫ്ലെക്സ് ചാർട്ടുകളും വീഡിയോ പ്രദർശനങ്ങളും ഇവിടെയുണ്ട്. പ്രവാചക കാലഘട്ടത്തിലെ മദീനയെക്കുറിച്ചുള്ള പ്രദർശനമാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. റോമൻ ഭരണാധികാരി, ബഹ്റൈൻ ഗവർണർ, ഈജിപ്ത് ഗവർണർ എന്നിവർക്ക് മുഹമ്മദ് നബി എഴുതിയ കത്തിന്റെ മാതൃക, കല്ലിൽ കൊത്തിയത് ഖുർആൻ സൂക്തങ്ങൾ ഇവിടെയുണ്ട്. പ്രവാചക കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും മറ്റും നാണയങ്ങളുടെ അപൂർവ ശേഖരവും ഈ വിഭാഗത്തിലുണ്ട്. ഈ മ്യൂസിയത്തിൽ കാണുന്ന സാധനങ്ങൾ മറ്റ് മ്യൂസിയങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇത് ഇസ്ലാമിക ലോകത്ത് മാത്രം ലഭ്യമായ പൗരാണികമായ വസ്തുക്കളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇത് ലോകത്ത് മറ്റെവിടെയും തന്നെ കാണാൻ സാധ്യമല്ല. പ്രവാചകന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സന്ദർശകർക്ക് മനസ്സിലാക്കാം. ഭാര്യമാരെയും മക്കളെയും കുറിച്ച് വിശദമായി അറിയാം. പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളുടെ വിവരണങ്ങളുമുണ്ട്. പ്രവാചകന്റെ മദീനയിലെ അനുചരന്മാരായ അൻസ്വാറുകളെയും മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളെയും പരിചയപ്പെടുത്താൻ 2 പ്രത്യേക പവലിയനുണ്ട്. മുഹാജിറുകളുടെ അളവ് പാത്രങ്ങൾ, ഭക്ഷണം പാചകം ചെയ്തിരുന്ന പാത്രങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. പ്രമുഖ സ്വഹാബി വര്യൻ സഹദ് ബിൻ അബി വഖാസ് ഉപയോഗിച്ചിരുന്ന അൻപ് ഇവിടുത്തെ പുരാതന സൂക്ഷിപ്പുകളിൽ ഒന്നാണ്. ഖലീഫമാരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് 3-ാം ഖലീഫ ഉസ്മാൻ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ഖുർആന്റെ ഫോട്ടോ കോപ്പി, കല്ലിൽ കൊത്തി എഴുതിയ ഖുർആൻ സൂക്തങ്ങൾ, കവിതകൾ, ഹിജറ 24-ലെ ദിർഹം, നാണയങ്ങൾ തുടങ്ങിയ അപൂർവം വസ്തുക്കളുടെ വിപുലമായ ശേഖരം തന്നെ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. വിവിധ ഇസ്ലാമിക ഭരണകൂടങ്ങളുടെയും 1-ാം സൗദി ഭരണകൂടത്തിന്റെ കാലത്തെ മദീനയുടെ കാഴ്ചകൾ, 12-ാം നൂറ്റാണ്ടിൽ എഴുതിയുണ്ടാക്കിയ ഖുർആൻ പ്രതി, ഉസ്മാനിയ ഭരണകാലത്ത് മസ്ജിദ് ദുനബവിയിൽ മെഴുകുതിരി കത്തിച്ചുവെക്കാൻ ഉപയോഗിച്ച സ്റ്റാൻഡുകൾ, തോക്കുകൾ, അബ്ദുൽ അസീസ് രാജാവിന്റെ കാലം മുതലുള്ള ആധുനിക സൗദി ഭരണകാലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, നാണയങ്ങൾ, ഫോൺ തുടങ്ങിയവയുടെ പ്രദർശനത്തോടെയാണ് പ്രദർശനം അവസാനിക്കുന്നത്.